എയിംസ് വിവാദങ്ങൾക്കിടെ ബി.ജെ.പി. സംസ്ഥാന സമിതി യോഗം ഇന്ന് കൊല്ലത്ത് ചേരുകയാണ്. ഇന്ന് ഉച്ചയ്ക്ക് 2 മണിയോടെ സംസ്ഥാന സമിതി യോഗത്തിൽ ബി.ജെ.പി. ദേശീയ അധ്യക്ഷൻ ജെ.പി. നദ്ദയും പങ്കെടുക്കുന്നുണ്ട്. കേന്ദ്ര ആരോഗ്യവകുപ്പ് മന്ത്രി കൂടിയായ ജെ.പി. നദ്ദയുടെ നേതൃത്വത്തിൽ ചേരുന്ന യോഗത്തിൽ എയിംസ് സംബന്ധിച്ച് സംസ്ഥാന നേതൃത്വം സമവായത്തിലെത്താൻ സാധ്യതയുണ്ടെന്ന് അറിയുന്നു. അലക്സ് റാം മുഹമ്മദ് നമുക്കൊപ്പം ചേരുകയാണ് കൊല്ലത്ത് നിന്ന്. അലക്സ്, ഗുഡ് മോർണിംഗ്. അലക്സ്, യഥാർത്ഥത്തിൽ ഈ സംസ്ഥാന സമിതി കൊല്ലത്തേക്ക് മാറ്റാൻ എന്താണ് കാരണം? ഇന്ന് അമൃതാനന്ദമയി മഠത്തിലേക്കും ജെ.പി. നദ്ദ പോകുന്നു എന്നാണല്ലോ വിവരം. വിശദാംശങ്ങൾ. എസ്കേൻ, ഗുഡ് മോർണിംഗ്. എസ്കേൻ, തീർച്ചയായും അതുതന്നെയാണ് പ്രധാനപ്പെട്ട കാരണം അമൃതാനന്ദമയി മഠം സന്ദർശിക്കുന്നുണ്ട് ഇന്ന് ബി.ജെ.പിയുടെ ദേശീയ അധ്യക്ഷൻ ജെ.പി. നദ്ദ. ജെ.പി. നദ്ദയ്ക്കൊപ്പം ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ അടക്കമുള്ള നേതാക്കൾക്കും അവിടേക്ക് ഇന്ന് സ്വീകരണമുണ്ട്, അല്ലെങ്കിൽ അവിടേക്ക് അവരെ ക്ഷണിച്ചിട്ടുണ്ട്. അവിടേക്ക് അവർ രാവിലെ എത്തുന്നുണ്ട്. രാവിലെ ഏതാണ്ട് ഒരു 9:40 കൂടിയാണ് തിരുവനന്തപുരത്ത് ജെ.പി. നദ്ദ എത്തുക. അതിനുശേഷം റോഡ് മാർഗം കൊല്ലത്തേക്ക് എത്തും. അതിനുശേഷം അമൃതാനന്ദമയി മഠം സന്ദർശിക്കും. അമൃതാനന്ദമയുമായി കൂടിക്കാഴ്ച നടത്തും. നമുക്കറിയുന്നത് പോലെ അമൃതാനന്ദമയി ജന്മദിനം ആഘോഷിക്കുകയാണ്. അതിനുശേഷമാണ് ഈ യോഗങ്ങൾ നടക്കുക. രാവിലെ ഏതാണ്ട് ഒരു 10-11 മണിക്കാണ്, അതായത് ഈ മഠവും സന്ദർശിച്ചതിന് ശേഷമാണ് ആദ്യത്തെ യോഗം. ആദ്യം ജില്ലാ അധ്യക്ഷന്മാരുടെയും ജില്ലാ പ്രഭാരിമാരുടെയും യോഗമാണ് ആദ്യം ചേരുക. അതിനുശേഷം ഉച്ചതിരിഞ്ഞായിരിക്കും ബി.ജെ.പിയുടെ സംസ്ഥാന സമിതി യോഗം ചേരുക. നമുക്കറിയാവുന്നതുപോലെ 163 അംഗ സംസ്ഥാന സമിതി രൂപീകരിച്ചതിന് ശേഷമുള്ള ആദ്യ സംസ്ഥാന സമിതിയാണ് ഇന്ന് ചേരുന്നത്. രാജീവ് ചന്ദ്രശേഖറിന്റെ നേതൃത്വത്തിലുള്ള സംസ്ഥാന കമ്മിറ്റിയുടെ ആദ്യ യോഗമാണ് കൊല്ലത്ത് ചേരുന്നത്. ഉച്ചതിരിഞ്ഞായിരിക്കും ആ യോഗത്തിൽ ബി.ജെ.പി. ദേശീയ അധ്യക്ഷൻ ജെ.പി. നദ്ദ പങ്കെടുക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, സംസ്ഥാനത്ത് പ്രത്യേകിച്ച് ബി.ജെ.പിക്കുള്ളിലും പുറത്തുമൊക്കെ എയിംസ് വിവാദം അങ്ങനെ കത്തിപ്പടർന്നു നിൽക്കുകയാണ്. എയിംസുമായി ബന്ധപ്പെട്ട് ബി.ജെ.പിക്ക് ഒരു ഏകാഭിപ്രായം ഇല്ലാത്തതാണ്, അല്ലെങ്കിൽ ബി.ജെ.പിയുടെ ഭിന്നത എന്ന തരത്തിൽ പുറത്തേക്ക് ആ വിവരങ്ങൾ പുറത്തു വരുന്നത്. പല നേതാക്കളും എയിംസുമായി ബന്ധപ്പെട്ട പല അഭിപ്രായങ്ങളാണ് ബി.ജെ.പിയിൽ പറയുന്നത്. അത് പാർട്ടിക്ക് വലിയ തലവേദന സൃഷ്ടിച്ചിട്ടുണ്ട്. ജെ.പി. നദ്ദ ബി.ജെ.പിയുടെ ദേശീയ അധ്യക്ഷൻ മാത്രമല്ല, കേന്ദ്ര ആരോഗ്യമന്ത്രി കൂടിയാണ്. ജെ.പി. നദ്ദയുടെ നേതൃത്വത്തിൽ സ്വാഭാവികമായി ബി.ജെ.പിയുടെ സംസ്ഥാന യോഗം ചേരുമ്പോൾ അതിൽ ഒരു സമവായത്തിലെത്തും, എയിംസിന്റെ കാര്യത്തിൽ ഒരു സമവായത്തിലെത്തും എന്ന പ്രതീക്ഷയാണ് ബി.ജെ.പി. സംസ്ഥാന നേതൃത്വത്തിനുള്ളത്. ആ തരത്തിലുള്ള നീക്കമാണ് നടത്തുന്നത്. അതുമാത്രമല്ല, എയിംസ് കൊണ്ടുവരുന്നത് തങ്ങളാണ് എന്നൊരു പൊതുബോധം സൃഷ്ടിക്കാൻ ഈ ചർച്ചകളിലൂടെ ബി.ജെ.പിക്കായി എന്ന വിലയിരുത്തലും സംസ്ഥാന നേതൃത്വത്തിനുണ്ട്. പക്ഷെ അത് എത്ര കണ്ട പ്രായോഗികമാണെന്നുള്ള കാര്യം നമുക്കറിയില്ല. കാരണം വലിയ വിവാദത്തിലേക്കാണ് ഈ വിഷയം വഴിവെച്ചിട്ടുള്ളത്. ഓരോ ജില്ലയിലെ അധ്യക്ഷന്മാരും അതാത് ജില്ലകളിലേക്കും കേന്ദ്രമന്ത്രി ആലപ്പുഴയിലേക്കും ഒക്കെ എയിംസ് വേണമെന്നുള്ള വാദം ശക്തിപ്പെടുത്തുന്നുണ്ട്. എന്താണെങ്കിലും എയിംസുമായി ബന്ധപ്പെട്ട ഒരു സമവായത്തിലെത്താനും ഒരു ഏകാഭിപ്രായത്തിലെത്താനും തീരുമാനം ആകുമെന്ന് നമ്മൾ അറിയുന്നു. കഴിഞ്ഞ ദിവസം തന്നെ ചില നേതാക്കളുടെ ഭാഗത്തുനിന്ന് വന്ന അഭിപ്രായ പ്രകടനങ്ങളിൽ അത് വ്യക്തമാണ്. കാരണം എയിംസ് എവിടെ വന്നാലും സാരമില്ല, പക്ഷെ അത് കേരളത്തിന് കിട്ടണം എന്ന നിലപാടിലേക്ക് ബി.ജെ.പി. സംസ്ഥാന നേതൃത്വത്തിൽ ചില നേതാക്കൾ എത്തിയിരുന്നു. അതായത് എയിംസ് കൊണ്ടുവരുന്നതിന്റെ പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നത് ബി.ജെ.പി. സംസ്ഥാന നേതൃത്വമാണ് എന്ന് ബോധിപ്പിക്കാനാണ് ഇതുവഴി ശ്രമിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മറ്റൊരു പ്രധാനപ്പെട്ട അജണ്ട തദ്ദേശ തെരഞ്ഞെടുപ്പാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട മുന്നൊരുക്കങ്ങൾ ഈ യോഗത്തിൽ, സംസ്ഥാന സമിതി യോഗത്തിൽ വലിയ ചർച്ചയായി ഉയർന്നു വരും. കാരണം ബി.ജെ.പി. ഏതാണ്ട് 25% വോട്ട് ഷെയർ സംസ്ഥാനത്ത് പ്രതീക്ഷിക്കുന്നുണ്ട്. വോട്ട് ശതമാനം വർദ്ധിപ്പിക്കാനാകുമെന്നും വലിയ മുന്നേറ്റം പാർട്ടിക്ക് ഉണ്ടാക്കാനാകുമെന്നും പ്രതീക്ഷിക്കുന്നു. തിരുവനന്തപുരവും തൃശൂർ കോർപ്പറേഷനും ബി.ജെ.പി. പിടിച്ചടക്കണം എന്ന തരത്തിലുള്ള നിർദ്ദേശമൊക്കെ നേരത്തെ കോർ കമ്മിറ്റിയിൽ രാജീവ് ചന്ദ്രശേഖർ നൽകുന്നതും നമ്മൾ വാർത്തയായി നൽകിയതാണ്. അത്തരത്തിൽ വ്യാപകമായി കുറച്ചധികം മുനിസിപ്പാലിറ്റികൾ പിടിക്കുന്നതിനുള്ള തീരുമാനമുണ്ട്. പഞ്ചായത്തുകൾ കൂടുതലായി പിടിക്കുന്നതിനുള്ള തീരുമാനമുണ്ട്. ഫുൾ ടൈമറുകളെ നിയോഗിച്ചുകൊണ്ട് ബി.ജെ.പി. തദ്ദേശ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങളിലേക്കും പ്രചാരണങ്ങളിലേക്കും കടന്നിട്ടുണ്ട്. ആ അർത്ഥത്തിൽ വലിയ ശ്രദ്ധ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കേന്ദ്രീകരിക്കാനാണ് ബി.ജെ.പി. ഉദ്ദേശിക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട ചർച്ചയായി ഉയർന്നു വരാൻ സാധ്യതയുള്ളത് ഈ സാമുദായ സംഘടനകളുമായുള്ള ബി.ജെ.പിയുടെ ബന്ധം വഷളായതാണ്. NSSും SNDPയുമായുള്ള ബന്ധം വഷളായതായി ബി.ജെ.പി. നേതൃത്വം വിലയിരുത്തുന്നുണ്ട്. ആ വിഷയവും ഇന്നൊരു പക്ഷേ ചർച്ചയായിരിക്കും. SKN. ഓക്കെ, താങ്ക് യു. അലക്സ് റാം മുഹമ്മദാണ് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.